പോവാ. അമ്മ എന്നെ മുടി ഷോർട്ടാക്കാൻ സമ്മതിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുവാ. ഇതൊക്കെ ഒരു കാരണമാണ്. ഇല്ല, ഞാൻ ഇറങ്ങി വരുവാ. നമ്മൾ എന്തൊക്കെ സ്വപ്നങ്ങളാ കണ്ട, ഹണിമൂണിന് മാൽഡീവ്സിൽ പോണം. ഹണിമൂണിന് മാൽഡീവ്സിലേക്ക് പോവാ. പക്ഷെ ഇപ്പം ഈ വണ്ടി വീട്ടിൽ എത്തണമെങ്കിൽ ഒരു 50 രൂപ നീ മറിക്കണം. എന്തുവാടാ നിനക്ക് ജോലിയൊക്കെ ഉള്ളേ? അത് നിന്റെ ബർത്ത്ഡേക്ക് എന്ത് പ്രശ്നം വന്നാലും ഞാൻ വരണമെന്ന് പറഞ്ഞില്ലേ? അന്ന് ഞാൻ ഒരു ലീവ് മാനേജറിനോട് ചോദിച്ചപ്പോഴേ പുള്ളി തരത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ ജോലി വേണ്ടെന്ന് വെച്ച് ഇഷ്ടംപോലെ ടൈം ഉണ്ട് എനിക്കിപ്പോ. അയ്യോ, അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് വീട് വെക്കണോന്നൊക്കെ പറഞ്ഞ അതൊക്കെയാ. അതെന്തായാലും സ്വന്തമായിട്ട് നമുക്ക് വീട് വെക്കേണ്ടി വരും. കാര്യം എന്റെ വീട്ടിൽ നിന്നെ കേട്ടില്ലല്ലോ. അപ്പൊ നമ്മളെവിടെ കിടക്കും? നമ്മളെ സിറ്റി അല്ലേ കിടക്കുന്നത്? സിറ്റി? സിറ്റി ഉടനെ ഫ്രണ്ടില് ഇങ്ങനെ നീണ്ടു നിറഞ്ഞ കിടക്കാം. അതാവുമ്പോ 4 നേരം ഫുഡും കിട്ടും. ജീവിക്കാൻ പൈസ വേണ്ടേ? നീ ആ കുപ്പി എടുത്തേ. ഭയങ്കര സ്പീഡിൽ പറക്കുന്നല്ലേ, അപ്പൊ ആഗ്രഹം പറക്കാൻ പ്രാക്ടീസ് വേണ്ട. വെയിറ്റ് ഇല്ല സോഹ. തൂക്കം നോക്കാനൊക്കെ അറിയാല്ലേ, പണ്ട് അച്ഛനോട് പൊക്കിക്കൊണ്ടിരുന്ന. പെട്രോൾ മേടിച്ചു തരാൻ ആരെങ്കിലും വിളിച്ചിട്ട്. ഹലോ അളിയാ, എടാ പെട്രോൾ തീർന്ന് നടക്കുന്ന അളിയാ. അയ്യോ, നമ്പറൊക്കെ ഉണ്ടായിരുന്ന. അല്ല, ഞാൻ വിളിച്ചപ്പോ കട്ട് ചെയ്തൊക്കെ വിടുന്നേ. എടാ അത് കട്ട് ചെയ്യുന്നത് എന്റെ കാവ് വിളിച്ചോണ്ടിരിക്കുമ്പോ അവളെ കട്ട് ചെയ്യുന്ന അവൾക്ക് ദേഷ്യം വരൂടാ. എന്നാ അവളോട് പറയടാ പെട്രോൾ അടിച്ചോണ്ട് വരാൻ. അളിയാ അവളുണ്ടളി എന്റെ കൂടെ. ദൈവം ഉണ്ടളിയാ കൂടെ. ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഇട്ട് എന്നിട്ട് രണ്ടും കൂടെ നടന്നൊക്കെ പോടാ. പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും വാഗ്ദാനം ഇതുവരെയെങ്കിലും നടന്നിട്ടുണ്ടാണോ? നമ്മളെ വാഗ്ദാനം പാലിക്കണമെങ്കിൽ അതിന് വർക്ക് ചെയ്യാൻ വിടണം. അല്ലാതെ ഫുൾ ടൈം എന്താ എന്നെ വിളിക്കാത്ത, എന്താ എന്നോട് ടൈം സ്പെൻഡ് ചെയ്യാത്ത, ബാത്റൂം പോകാൻ പോലും വിടത്തില്ല. കെട്ടിപ്പിടിച്ചിരിക്കുക എന്നെ. അമ്മ ഞാൻ മുടി വെട്ടുന്നില്ല, ഞാൻ മുട്ട് വരെ മുടി വളർത്തുവാ. നീ ഒളിച്ചോടി പോയോ? അയ്യോ, ഞാൻ ഒളിച്ചോടി പോവല്ല, ഞാൻ ഒളിച്ചളി കളിച്ചതാ. കണ്ടുപിടിച്ചു സാറ്റേ.